2026 ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കുറേ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ ഈ 2026 അവസാനം നടന്നോ ഇല്ലയോ എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യണം. 2024 ഞാൻ ഈ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ 2025 കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ചേഞ്ചായി, എന്തൊക്കെ ഞാൻ വിചാരിച്ചതുപോലെ നടന്നു, എന്തൊക്കെ നടന്നില്ല. അങ്ങനത്തെ ഒരു കാര്യം നമുക്കപ്പോൾ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് നല്ല ഹെൽപ്ഫുള്ളാട്ടോ. കാരണം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താൻ പറ്റുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ഞാനിവിടെ ബോക്സ് ആണ് കേട്ടോ ഈ ഉണ്ടാക്കുന്നത്. അത് ഭയങ്കര ഓപ്ഷണലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ ബോക്സ് കയ്യിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്താ കയ്യിലെന്ന് വെച്ചാൽ അതിനകത്ത് വെച്ചാൽ മാത്രം മതി. ഇത് ഞാനിപ്പോൾ ഇവിടെ ഒരു ബോക്സ് ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്താണ് നമ്മൾ നമ്മുടെ എല്ലാ ഡ്രീംസും ഇടാൻ പോകുന്നത്. ബോക്സ് ഉണ്ടാക്കാൻ നല്ല എളുപ്പമായിരുന്നു. പക്ഷേ അതിന് മണ്ടയ്ക്കുള്ള മൂടി ഉണ്ടാക്കാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടു. പക്ഷേ ശരിക്കും അങ്ങനൊന്നും കഷ്ടപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. എന്നാലും എന്തിനോ വേണ്ടി അങ്ങനെയൊക്കെ അങ്ങ് ചെയ്തു. പിന്നെ ഞാൻ നേരത്തെ തന്നെ കുറച്ച് പ്രിൻ്റ് ഔട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ ഒരു 2026 ഐക്കണും നമ്മൾ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഇതിൻ്റെ ലിഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഓരോ വിഷയങ്ങളായിട്ട് ഞാൻ എഴുതി തുടങ്ങി. ഫസ്റ്റ് തന്നെ ഗ്രേഡ്സ് ആയിരുന്നു. ഈ ഇയറിലെ ഗ്രേഡ്സിൽ ഞാനെന്തോ വലിയ സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് തന്നെ ഇതിനേക്കാളും ബെറ്ററായിട്ട് നെക്സ്റ്റ് ഇയറിൽ കിട്ടുമെന്ന ഒരു പ്രതീക്ഷ. പിന്നെ ജേർണലിങ്. ഈ ഇയറിൽ എന്നെ ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത കാര്യം കേട്ടോ ജേർണലിങ്. അതുകൊണ്ട് തന്നെ 2026 ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ജേർണൽ ചെയ്യും എന്നൊരു വിശ്വാസം കൂടെ എനിക്കുണ്ട്. അപ്പം ജേർണലിങ്ങും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ 5000 സബ്സ്ക്രൈബേഴ്സ്. ഇത് നടക്കുമോ എന്നുള്ളതിൽ എനിക്ക് ഒരു ഉറപ്പുമില്ല. ബാക്കിയൊക്കെ ഞാൻ സെറ്റാക്കും. പക്ഷേ ഇത് എൻ്റെ കയ്യിലുള്ള കാര്യമല്ലല്ലോ. പിന്നെ ഇതെല്ലാം നമ്മുടെ ഒരു കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളല്ലേ. പിന്നെ ഞാൻ എൻ്റെ കരിയർ പ്ലാനിങ്ങും പിന്നെ കുറച്ച് മണി സേവിങ്ങും ഒക്കെ കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ 2026 ഡ്രീംസും വിഷസും എല്ലാം ഞാൻ എഴുതി ആ ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ലോങ് ഹെയർ വേണമെന്നുള്ളതാട്ടോ. അതൊക്കെ ഈ വർഷം കഴിയുമ്പോൾ നമുക്ക് കാണാം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. പിന്നെ ഇത് മെയിൻ സംഭവം കേട്ടോ ഈ എഴുതുന്നത്. അത് 2026 ലാസ്റ്റ് നമുക്ക് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള എന്നെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ അവിടെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള പീപ്പിളിനെ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കുറച്ച് ഫോട്ടോസും എനിക്ക് അവരുമായിട്ടുള്ള കുറച്ച് കണക്ഷൻസും ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഈ ബോക്സ് 2026 31 ഡിസംബറിൽ നോക്കാം.